നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായി മനുഷ്യ? എല്ലാം റെഡി. എക്സലന്റ്. ആര്യ, പ്ലീസ് കം. എല്ലാം ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടെ ഫോട്ടോ. പിടിക്ക. ഈ കുട്ടികളെ എനിക്ക് നഷ്ടപ്പെട്ടത് വർഷങ്ങളായത്. വർഷങ്ങൾ. നല്ല സുന്ദരി കുട്ടികളല്ലേ മൂന്നാളും? നന്നേ ചെറുപ്പത്തിൽ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഇപ്പൊ വളർന്നു. പക്ഷെ എവിടെ ഉണ്ടെന്നോ എങ്ങനെ ഉണ്ടെന്നോ എനിക്കറിയില്ല. ഇക്കാര്യത്തില് ആരി എന്ന ബ്രില്യന്റ് ആർട്ടിസ്റ്റിന്റെ സഹായം എനിക്ക് വേണ്ടത്. ഇവരുടെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് ആരി എനിക്കൊന്ന് വരച്ചു തരണം. ദാറ്റ്സ് എ ടാസ്ക് നൗ. ഇതാണ് പാവം രാധ. ആദ്യം ഈ രാധയുടെ ഇപ്പോഴത്തെ രൂപം ആര്യ വരയ്ക്ക്. അത് കഴിഞ്ഞിട്ട് തനിക്ക് പോവാം. വരച്ചാൽ മാത്രമേ നീ ഇവിടെ നിന്ന് പോവൂ. കൃത്യമായി വരയ്ക്കണം, തെറ്റിക്കരുത്. തെറ്റുകളെ ക്ഷമിക്കുന്ന ഒരാളല്ല ഞാൻ. ആര്യ, ഹരിയേട്ടാ വേണ്ട. ഹരിയേട്ട നിക്കണ്ട ഇവിടെ. അതെന്താ ആര്യ? ഹരി നിന്നാൽ എന്താ പ്രശ്നം? വേണ്ട സാർ, ഹരിയേട്ട വന്നാ എന്റെ കോൺസെൻട്രേഷൻ പോവും. ഓ, അയ്യോ, കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഹരിയേട്ടൻ താഴെ വെയിറ്റ് ചെയ്താ മതി. ഷടാ, ഇത് കൊള്ളാം. ആര്യ വരയ്ക്കുന്ന നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ലീവ് എടുത്ത് കൂടെ വന്നത്. എന്നിട്ട് ഞാനിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെയല്ല ഹരികുട്ട. ഈ വരയ്ക്കുന്ന ചിത്രം സാറിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹരി നിൽക്കുമ്പോൾ വരയ്ക്കാൻ ഈ കുട്ടിക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് മാറിക്കൊടുക്കുന്നല്ലേ നല്ലത്. ശരി ശരി, ആയിക്കോട്ടെ. ഞാനായിട്ട് ആരെയും ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ പോയേക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇനി വരച്ചോളൂ. ശരി സാർ. സാർ ഒരു മിനിറ്റ് ഒന്ന് വരൂ. സാർ ഒന്ന് വരൂ. ആ രാധയുടെ ചിത്രം നമ്മൾ നേരത്തെ വരപ്പിച്ചതല്ലേ? സുഭദ്രാമ്മയുടെ തന്നെ പകർപ്പ് തന്നെയാണെന്ന് സാറ് നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. വീണ്ടും വീണ്ടും തന്നെ ഈ രാധയുടെ ചിത്രം തന്നെ വരപ്പിക്കുന്നത്. ഓ, ബുദ്ധി വേണോടാ, ബുദ്ധി. ഇതൊരു ടെസ്റ്റ് ഡോസ്. രാധയുടെ ചിത്രം ആദ്യം ആര്യ വരയ്ക്കട്ടെ. അത് കാണുമ്പോൾ അറിയാലോ അവള് വരയ്ക്കുന്നത് കൃത്യമാണോ എന്ന്. പിന്നെ കൃത്യമായി വരച്ചാൽ മാത്രമേ ഇവളിവിടുന്ന് പോവൂ. മേഘനാഥൻ വിധിയല്ലെന്ന് നീ എങ്കിലും ഒന്നും മനസ്സിലാക്കിക്കോ.
മിസ്റ്റർ ചന്ദ്രമോഹൻ, താങ്കൾക്ക് ഭാഗ്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. വീഴ്ചയിൽ ചില്ലറ ചതവുകൾ പറ്റിയെന്നുള്ളതല്ലാതെ ബോൺസ് ഒന്നും ഫ്രാക്ചർ ആയിട്ടില്ല. ഈ പ്രായത്തിൽ എല്ലുകൾക്കോ മറ്റോ പൊട്ടലുണ്ടായാൽ റിക്കവർ ചെയ്തു വരാൻ വലിയ പാടാ. താങ്ക് യു ഡോക്ടർ. നന്ദി എനിക്കല്ല പറയേണ്ടത്, ഈശ്വരനോടാ. അനീറ്റ, പേഷ്യന്റിന് ഡ്രിപ്പ് കൊടുത്തേക്കും. ഓക്കെ. ചൂടും വെയിലും ഏറ്റ് ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഈ തളർച്ചയും ക്ഷീണവും. വേറെ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രിപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം. ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തേ ഉള്ളൂ. അപ്പൊ ശരി. കുറച്ചു കഴിഞ്ഞ് ബില്ല് റെഡിയാവും. കൗണ്ടറിൽ വന്ന് അടച്ചിരുന്നാ മതി. ഡോക്ടർ എഴുതിയ മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിയാൽ മതി. വേദന കുറവുണ്ടോ അമ്മാവ? ഞാൻ ആകെ പേടിച്ചു പോയായിരുന്നു. ഇപ്പോഴാ സമാധാനമായത്. ശരി, ഇനി നീ ഇവിടെ നിൽക്കരുത്. കൃഷ്ണൻ വീട്ടിലേക്ക് വരും മുമ്പ് നീ ഇവിടെ വിട്ടു പോണം. ഞാൻ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും മനസ്സിന്റെ കോണിൽ പോലും രാധയ്ക്കെന്നോട് വെറുപ്പില്ലല്ലോ ഭഗവാനെ. അയ്യോ ചന്ദ്രേട്ടാ, എന്തു പറ്റി അമ്മാവ? ഒന്നുമില്ല. അമ്മാവ ദാ കുടിക്ക. കുടിക്കമ്മാവ. ദാ പതുക്കെ കുടിച്ചാ മതി, വിക്കരുതേ. ഞാൻ ഓർക്കുമായിരുന്നു, കൃത്യസമയത്ത് എന്നെ ഈശ്വരൻ അവിടെ എത്തിച്ചതുകൊണ്ടല്ലേ നിങ്ങളെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ആരാ ഇവിടെ ഒരു സഹായത്തിനുണ്ടാവുക? നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇങ്ങോട്ട് വന്നത്? ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൃഷ്ണൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാ രാധയോട് പറയാ? അവൾക്കും കാണണമെന്നുണ്ടാവില്ലേ? രാധയെ കണ്ട കൃഷ്ണൻ തിരിച്ചയക്കേയില്ലല്ലോ. പറയമ്മായി, ആരാ ഇവിടെ ഉള്ളത്? ആരാ അമ്മാവ ഇവിടെ ഉള്ളത്? കൃഷ്ണേട്ടനാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.